മഴവില്ലിന്റെ വാഗ്ദാനം. കൊച്ചി നഗരത്തിലെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് അവരുടെ കഥ ആരംഭിച്ചത്. അതൊരു സാധാരണമായ മഴക്കാല വൈകുന്നേരമായിരുന്നു. ആകാശം നിറഞ്ഞ മേഘങ്ങൾ, മണ്ണിന്റെ മണം, ചെറുതായി പെയ്യുന്ന മഴ. അവിടെ നിൽക്കുകയായിരുന്നു അനന്തു. കൈയിലൊരു പഴയ പുസ്തകം, കണ്ണുകളിൽ ഒരു സ്വപ്നം. അപ്പോൾ തന്നെയാണ് അവളെത്തിയത്, മീര. വെള്ള നിറത്തിലുള്ള ചുരിദാറിൽ മഴത്തുള്ളികൾ മുടിയിൽ തഴുകിയപടി. അവൾക്കൊരു കുടയുമില്ല. മഴയിൽ നനയുന്നത് അവൾക്കിഷ്ടമാണെന്ന പോലെ അവൾ ചിരിച്ചുകൊണ്ടു നിൽക്കുകയായിരുന്നു. മഴ ശക്തമായി. അനന്തു തന്റെ കുട നീട്ടി പറഞ്ഞു, "നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഷെയർ ചെയ്യാമോ?" മീര ഒന്ന് നോക്കി, ചെറുചിരിയോടെ പറഞ്ഞു, "മഴയിൽ നനയുന്നത് എനിക്കിഷ്ടമാണ്. പക്ഷേ കൂടെ നനയാൻ ആരെങ്കിലുമുണ്ടെങ്കിൽ അതും നന്നായിരിക്കും." ആ വാക്കുകൾ അനന്തുവിന്റെ മനസ്സിൽ എന്തോ മാറ്റി. അവരുടെ യാത്ര ഒരേ ബസ്സിനായിരുന്നു. ഓരോ ദിവസവും അതേ സമയം അതേ സ്റ്റോപ്പിൽ. ആദ്യം ചെറിയ ചോദ്യങ്ങൾ, എവിടേക്കാണ് പോകുന്നത്? പിന്നീട് വലിയ സംഭാഷണങ്ങൾ, സ്വപ്നങ്ങൾ, പേടികൾ, ബാല്യകാല കഥകൾ. അവൾക്കൊരു സ്കൂൾ ടീച്ചറായിരുന്നു. അനന്തു ഒരു എഴുത്തുകാരനാകാൻ സ്വപ്നം കണ്ടവൻ. അവൾക്ക് കഥകൾ ഇഷ്ടം. അവൻ എഴുതുന്ന കഥകൾ ആദ്യം വായിക്കുന്നതും അവളായിരുന്നു. ഒരു ദിവസം മീര ബസ് സ്റ്റോപ്പിൽ വന്നില്ല. ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച. അനന്തുവിന്റെ ഹൃദയം ആശങ്കയിൽ നിറഞ്ഞു. അവളുടെ സ്കൂളിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവളുടെ അച്ഛൻ അസുഖം ബാധിച്ച് നാട്ടിലേക്ക് പോയെന്ന്. മാസങ്ങൾ കടന്നു. മഴക്കാലം അവസാനിച്ചു. ഒരു വൈകുന്നേരം അനന്തു പഴയ ബസ് സ്റ്റോപ്പിൽ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പിന്നിൽ നിന്നൊരു ശബ്ദം, "കുട ഷെയർ ചെയ്യാമോ?" അവൻ തിരിഞ്ഞു നോക്കി. മീര. അവളുടെ കണ്ണുകളിൽ കണ്ണുനീർ. അച്ഛൻ ഇനിയില്ല. പക്ഷേ അവൻ പറഞ്ഞിരുന്നു, "നിന്റെ ചിരി നഷ്ടപ്പെടരുത്" എന്ന്. അനന്തു ഒന്നും പറഞ്ഞില്ല. അവൻ അവളുടെ കൈ പിടിച്ചു. "നിന്റെ ചിരി ഞാൻ കാത്തുസൂക്ഷിക്കും." മഴ വീണ്ടും പെയ്തു. ഇപ്രാവശ്യം അവർ രണ്ടുപേരും കുടയില്ലാതെ നിൽക്കുകയായിരുന്നു. കാലം കടന്നു. അനന്തുവിന്റെ ആദ്യ നോവൽ പുറത്തിറങ്ങി. അതിന്റെ ആദ്യ പേജിൽ അവൻ എഴുതിയിരുന്നത്, "മഴയിൽ കൂടെ നിൽക്കാൻ തയ്യാറായ ഒരാൾക്കായി." ആ ദിവസം പുസ്തകപ്രകാശന വേദിയിൽ എല്ലാവരുടെയും മുമ്പിൽ അവൻ മീരയോട് ചോദിച്ചു, "ഇനി ജീവിതം മുഴുവൻ എന്റെ കഥയിൽ കൂടെ നിൽക്കാമോ?" മീരയുടെ മറുപടി ഒരു ചിരിയായിരുന്നു. മഴവില്ല് ആകാശത്ത് തെളിഞ്ഞിരുന്നു. ചില പ്രണയങ്ങൾ വലിയ വാഗ്ദാനങ്ങളിലൂടെയല്ല, ഒരു കുട പങ്കുവച്ചതിലൂടെ ആരംഭിക്കുന്നു. ഹാർട്ട്. മഴവില്ല് കാത്തിരുന്ന വീട്. കൊല്ലം ജില്ലയിലെ ഒരു പഴയ നാടൻ വീട്. വലിയ വരാന്ത, ചുറ്റും തേങ്ങിൻ മരങ്ങൾ. മഴ പെയ്താൽ മണ്ണിന്റെ മണം മുഴുവൻ നിറയും. ആ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നത് വൈദേഹി. അവളൊരു ക്ലാസിക്കൽ പിയാനോ ടീച്ചർ. ചിരിയുള്ള മുഖം, പക്ഷെ മനസ്സിൽ അടച്ചുവച്ച വേദന. അവളുടെ ജീവിതത്തിൽ ഒരിക്കൽ ഒരാളുണ്ടായിരുന്നു, വാഗ്ദാനങ്ങൾ നൽകിപ്പോയ ഒരാൾ. അതിനുശേഷം അവൾ പ്രണയം വിശ്വസിക്കുന്നത് നിർത്തി. ഒരു ദിവസം ആ വീട്ടിന്റെ മുന്നിൽ ഒരു കാർ നിർത്തി. പുതിയൊരു വാടകക്കാരനെത്തി. അവൻ രോഹൻ, ഡോക്യുമെന്ററി ഫിലിം മേക്കർ, ജീവിതത്തിന്റെ സത്യങ്ങൾ തേടി നടക്കുന്ന ഒരാൾ. ആദ്യ കണ്ടുമുട്ടൽ സാധാരണമായിരുന്നു. "ഈ വീട്ടിൽ മഴ പെയ്യുമ്പോൾ ശബ്ദമെങ്ങനെയിരിക്കും?" രോഹൻ ചോദിച്ചു. വൈദേഹി ഒന്ന് ചിരിച്ചു. "ഇവിടെ മഴ പെയ്യുമ്പോൾ ഹൃദയം പോലും ശബ്ദമുണ്ടാക്കും." അതവനെ ആകർഷിച്ചു. മഴക്കാലം തുടങ്ങി. രോഹൻ പലപ്പോഴും വരാന്തയിലിരുന്ന് മഴ പെയ്യുന്നത് ചിത്രീകരിക്കും. വൈദേഹി അകത്ത് പിയാനോ വായിക്കും. ഒരു ദിവസം പിയാനോയുടെ സ്വരം നിർത്തി. രോഹൻ അകത്ത് ചെന്നപ്പോൾ അവൾ ജനൽക്കരയിൽ നിൽക്കുകയായിരുന്നു. "നിനക്ക് വീണ്ടും വിശ്വസിക്കാൻ പേടിയാണോ?" അവൻ ചോദിച്ചു. വൈദേഹി ശാന്തമായി പറഞ്ഞു, "മഴവില്ല് വരുമെന്നറിയാം, പക്ഷേ കാത്തിരിക്കാനുള്ള ധൈര്യമില്ല." രോഹൻ അടുത്തേക്ക് വന്നു. "മഴവില്ല് വരാൻ ആകാശം ആദ്യം മഴ സഹിക്കണം." ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ പതിഞ്ഞു. ദിവസങ്ങൾ കടന്നു. അവർ തമ്മിൽ അകലം കുറയുകയും മനസ്സുകൾ തുറക്കുകയും ചെയ്തു. ഒരു രാത്രി കനത്ത മഴ. വൈദ്യുതി പോയി. ഇരുട്ടിൽ പിയാനോയുടെ മൃദുസ്വരം വീണ്ടും കേട്ടു. ഇപ്രാവശ്യം രോഹൻ അവളുടെ അരികിലിരുന്നു. "ഈ വീട് മഴവില്ല് കണ്ടിട്ടുണ്ടോ?" അവൻ ചോദിച്ചു. വൈദേഹി ജനൽ തുറന്നു. മഴ അവസാനിച്ചിരുന്നു. ആകാശത്ത് ഒരു മങ്ങിയ മഴവില്ല് തെളിഞ്ഞു. അവൾ മൃദുവായി പറഞ്ഞു, "ഇന്ന് കണ്ടു."
രോഹൻ അവളുടെ കൈ പിടിച്ചു. മഴവില്ല് കാത്തിരുന്ന വീട് ഇനി ഒറ്റയ്ക്കല്ല, അവൻ പറഞ്ഞു. വൈദേഹി ആദ്യമായി വീണ്ടും ചിരിച്ചു. ഭയമില്ലാതെ, സംശയമില്ലാതെ. ചില പ്രണയങ്ങൾ വേഗത്തിൽ വരില്ല. അവ ഒരു മഴവില്ല് പോലെ ശരിയായ സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടും. മഴവില്ല് കാത്തിരുന്ന വീട് എന്നതാണ് ഈ സിനെ കഥയുടെ പേര്. ഇനി എന്റെ ഊഴമാണോ?